മിസ്റ്റർ കൃഷ്ണൻ, താങ്കളുടെ ഉണ്ടായിരുന്നെന്ന് തെളിയിക്കാൻ പറ്റൂ? ഉദാഹരണത്തിന് നമ്മൾ ഈ ഫോണിലിരിക്കുന്ന ഫോട്ടോഗ്രാഫ്സോ വീഡിയോഗ്രാഫ്സോ മറ്റോ. എന്റെ ടവർ ലൊക്കേഷൻ അറിയാനാണോ സാറേ? അന്ന് ഞാൻ ഫോൺ വീട്ടിൽ വെച്ച് മറന്നല്ലോ. പുള്ളി സാക്ഷി പറഞ്ഞിട്ടുള്ള എല്ലാ കേസിലും പ്രതികൾക്ക് ശിക്ഷ കിട്ടിയിട്ടേ ഉള്ളൂ എപ്പോഴും. അപ്പോൾ വക്കീലേ, നമ്മുടെ കള്ളസാക്ഷി കൃഷ്ണൻ, നമ്മുടെ മൂന്നാം സാക്ഷി കൃഷ്ണൻ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു കോടതിക്ക് ബോധ്യപ്പെട്ടു. ബാക്കി എന്താ വെച്ചാൽ ചോദിച്ചു തീർന്നു. ഹോമിസൈഡോ ആക്സിഡന്റോ? It looks like homicide. കൃത്യം നടന്ന ദിവസം അതേ സമയം അതേ ടവർ ലൊക്കേഷനിൽ 10 മിനിറ്റോളം ചെലവഴിച്ചിട്ടുള്ള ഒരാൾ. ഇതൊക്കെ എന്റെ ഊഹാപോഹങ്ങളാന്ന് വിചാരിക്കോ? ഇതൊക്കെ തന്റെ വേറെ ഊഹമാണോടോ? ഐ നോ ഇറ്റ്സ്. നമുക്കൊരു ഐ വിറ്റ്നസ്സും ഉണ്ട്. ഒന്നാം സാക്ഷി ഈ കോടതിയിൽ പറഞ്ഞത് മുഴുവൻ നുണയല്ലേ? ഒബ്ജക്ഷൻ യുവർ ഓണർ. കാശ് കിട്ടിയ കള്ളസാക്ഷ്യം പറയുന്ന കൃഷ്ണൻ ഏതു നിരപരാധിയെയും പോലീസിന് പ്രതിയാക്കാം. സർ, ആ പത്രക്കാരൻ വന്നിട്ട് കുറെ നേരമായി സർ. പുറത്ത് എന്തിനാണോ ഇത്രയും മീഡിയ? ഒറ്റ ഡീറ്റെയിൽസ് മാർക്ക് കൊടുക്കരുത്, വെറുതെ കിടന്ന് ആഘോഷിച്ചോളെ. ഈ ഘട്ടത്തിൽ നമുക്ക് എക്സ്ക്ലൂസീവായി ഒരു കോൺഫിഡന്റ് അല്ലേ? എന്താ സംശയം? ചില CCTV ഫുട്ടേജുകളും ഹാക്ക് ചെയ്തിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കത് റിട്രീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ CCTV വിഷ്വൽസ് ഇല്ല അല്ലേ? ഒരു കുന്തുമില്ല. കേസിന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് തെളിവുകളും സാക്ഷികളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ സംഭവം ഒന്നല്ലോ. താൻ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ട. സസ്പെൻഷൻ കിട്ടിയാലേ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നമുക്ക് കിട്ടിയിട്ടുള്ള ഏക മെയിൽ ഫിംഗർ പ്രിന്റ് അയാളുടെയാണ്. ഇവനെ കസ്റ്റഡിയിൽ എടുത്താൽ ഇവൻ കൺഫസ് ചെയ്യും. ആ കിഴങ്ങനോട് പോയി പണി നോക്കാൻ പറ. മാക്സിമം 5 days. അതിനുള്ളിൽ തന്നെ കൊണ്ട് തൊരിക്കാൻ പറ്റില്ല കേസ് ക്രൈം ബ്രാഞ്ചിനോട്. നീനു വധക്കേസ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സാഹചര്യ തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. അഭിനന്ദനങ്ങളുടെ മഴയിലടോ. തന്റെ മിസ് കോളൊന്നും ഞാൻ കണ്ടില്ല. അതാ ഇപ്പോഴും ആൾക്കാർ ഇന്റർവ്യൂവിന് വിളിച്ചോണ്ടിരിക്കും. ആ റിപ്പോർട്ടറിലെ ഹൈദരൊക്കെ വിളിച്ചിരുന്നു. ഞാൻ കൊടുത്തില്ല.